ഹലോ എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ നാട്ടിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഒട്ടുമിക്ക കുട്ടികളുള്ള അമ്മമാർ നേരിടുന്നൊരു പ്രശ്നമാണ്, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താണ് നിൻ്റെ കുട്ടി അവിടെ അടങ്ങിയിരിക്കാത്തത്, നിൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിൻ്റെ കുട്ടിക്ക് എന്താ മറ്റുള്ളവരുമായിട്ട് മിണ്ടാൻ താല്പര്യമില്ലാത്തത്, അതായതായെന്ന് പറഞ്ഞ് ഒട്ടുമിക്ക പ്രശ്നങ്ങളിലൂടെ നിരവധി കടന്നു പോകുന്ന അമ്മമാരുണ്ടായിരിക്കും. ഒരു 100-ലൊരു 20% അമ്മമാർ അങ്ങനെ ആയിരിക്കും. ചില കുട്ടികൾക്ക് അസുഖമായിരിക്കാം, മറ്റുള്ളവർക്ക് മറ്റുള്ള പല പല കാര്യങ്ങൾ, ചിലവർക്ക് മടി കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളതായിരിക്കും. അപ്പം ഞാനും അതുപോലെ പല കാര്യങ്ങളും നേരിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതാണ് എൻ്റെ മകൻ്റെ കാര്യത്തിൽ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ പലതും തോന്നും. കാണുന്നവർ വിചാരിക്കുമോ കുട്ടി മിണ്ടത്തില്ല, ഭയങ്കര അതാണ് ഇതാണ്, അടങ്ങിയിരിക്കത്തില്ല, കൊച്ചിന് വേറെ എന്തെങ്കിലും സുഖക്കേടുണ്ടോ, അതോ പിരിവിരിപ്പാണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനോട് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അതൊക്കെ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ ഓപ്പണായിട്ട് പറയുന്നു, അത് നിങ്ങളുടെ ഇത്. പക്ഷേ എൻ്റെ കണ്ണെ വെച്ചിട്ട് ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ മകന് എനിക്ക് അതാണ് ഇതാണെന്ന് പറയാനൊന്നും എനിക്ക് സാധിക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ ആണെന്നല്ല പെണ്ണെന്നല്ല, ഒരു പ്രായം വരെ കുട്ടികൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ശിക്ഷിക്കരുത് എന്നൊന്നും ആരും പറയുന്നില്ല. നീ എന്താ അടിക്കാത്തത്, ഇങ്ങനെ കുരുത്തക്ക കാണിക്കുമ്പോൾ നീ നല്ല അടി കൊടുക്കണം, പിച്ച് കൊടുക്കണം, നുള്ളു കൊടുക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞിനെ ഇട്ട് നമ്മൾ തട്ടിക്കളിക്കുകയോ അടിക്കുകയോ പിച്ച് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് നമുക്കുണ്ട്. അതിൻ്റെ പ്രായം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആ ഒരു പ്രായത്തിൻ്റെ ദുഷ്കാട്ടിയായിരിക്കാം, ചിലപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ കുരുത്തക്കേടും പ്രകൃതികളും ഒക്കെ ആയിരിക്കാം. നമ്മളതെല്ലാം കണ്ട് മാനേജ് ചെയ്ത് സഹിച്ച് തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഈ പറയുന്ന പ്രായമുള്ള അമ്മച്ചിമാർ ഇതുപോലെ അവരെ മക്കളെ വളർത്തിയതായിരിക്കുമല്ലോ, പക്ഷെ അവരുടെ മക്കൾ ഡീസൻ്റ് ആയിരിക്കാം, മര്യാദയ്ക്ക് ഉള്ളവരായിരിക്കാം. അത് അന്നത്തെ കാലം. പക്ഷേ എന്നും കാലം മാറിക്കൊണ്ടിരിക്കുകയില്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ മക്കളും മാറണം എന്നൊന്നുമില്ല. എല്ലാവരും പറയും മക്കൾ വളർത്തുന്നതനുസരിച്ചിരിക്കും പിള്ളേരെ പെരുമാറ്റമെന്ന്. അതിന് ഞാൻ ഒരിക്കലും ഒന്നും പറയുന്നില്ല. നമ്മൾ വളർത്തുന്നതനുസരിച്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചെറിയ തെറ്റ് കാണിക്കുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലാതെ ചെറിയ ശിക്ഷകളൊക്കെ കൊടുക്കുക. ശിക്ഷകൾ കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അടിച്ചടിച്ച് അവരുടെ മനസ്സ് വേദനിപ്പിച്ച് അവരുടെ ഒരു പ്രായത്തിൽ അവരുടെ ആ ഒരു ഇത് മാറ്റിക്കളയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നതിനും അവരെ ഉപദേശിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതൊക്കെ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് തന്നെ മാതാപിതാക്കളോട് വെറുപ്പ് തോന്നി തുടങ്ങും. കാരണം അങ്ങനെ കുഞ്ഞുങ്ങളെ ഒരുപാട് ശിക്ഷിക്കുന്നു, അടിക്കുന്നു, അവരുടെ മനസ്സിൽ തന്നെ കാണും ഇതെന്താണ് അമ്മ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ മകനോടെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ മകനോടായാലും മകളോടായാലും സ്നേഹം തന്നെ. പിന്നെ ഇതൊക്കെ അവരുടെ വളർച്ചയുടെ ഒരു ഭാഗം എന്നേ ഞാൻ കരുതുന്നുള്ളൂ. അതിനപ്പുറം എനിക്കൊരു ചിന്തയും ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ പിള്ളേർ വികൃതിയാണ്, അതാണ് ഇതാണ്, മറിച്ചതാണ്, മാടയാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, ആദ്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കത്തില്ല. എല്ലാവരും പല വ്യത്യസ്തരായിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. അപ്പം നമ്മളത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകുക. അല്ലാതെ കൊച്ചിനെ തൊട്ടവനും പിടിച്ചല്ല അടിക്കണം, തല്ലണം, നീ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല, നാളെ നിനക്കാണ് സൂക്കേട് വരും, നിനക്കാണ് അതിൻ്റെ ഭവിഷ്യത്ത് വരും എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴേ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെക്കുറിച്ചാണ്, അല്ലാതെ നമ്മളെക്കുറിച്ചിട്ടല്ല. നമ്മൾ വളർത്തുന്നതനുസരിച്ചിരിക്കും കുഞ്ഞുങ്ങൾ എന്നല്ലേ പറയുക. അപ്പം ഞങ്ങൾ വളർത്തുന്നതനുസരിച്ചോ അത്. പിന്നെ സമൂഹത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതനുസരിച്ചും ഇരിക്കും. ആദ്യമേ റെസ്പെക്റ്റ് എന്നൊരു കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് തിരിച്ച് കിട്ടും. പിന്നെ പണ്ടത്തെ കാലഘട്ടം പോലെയല്ല നമ്മളിപ്പോഴത്തെ കാലഘട്ടം. പണ്ടത്തെ കാലഘട്ടത്തിൽ എപ്പോഴും ആണുങ്ങൾക്ക് മുൻഗണന, ആണുങ്ങൾക്കാണ് പ്രത്യേക സ്ഥാനമൊക്കെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. ആണും പെണ്ണും ഒരുപോലെ തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതാണ് മെയിനായിട്ടും കാണേണ്ട ഒരു കാര്യം. അല്ലാതെ നമ്മൾ ആണെന്നോ പെണ്ണെന്നോ വിഭജിച്ച് കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ആണിനെ ആയാലും പെണ്ണിനെ ആയാലും ആദ്യമേ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ തമ്മിൽ തല്ലുന്ന കണ്ട് സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ അടുത്താണെങ്കിൽ പോലും രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ തല്ലുമ്പോഴും എനിക്ക് ചില സമയത്ത് മൈൻഡ് കൊണ്ട് ദേഷ്യം വരും, ചില സമയം നല്ലപോലെ ദേഷ്യം വന്ന് ഞാൻ രണ്ടുപേർക്ക് കളി കൊടുക്കാറുണ്ട്. എങ്കിലും ഞാൻ ആ സമയത്ത് ചെയ്ത മണ്ടത്തരത്തെ ഓർത്ത് പിന്നെ എനിക്ക് വിഷമം തന്നെ തോന്നും. കാരണം പിള്ളേരങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്, സമാധാനത്തോടെ നിന്ന് അവരോട് കാര്യങ്ങൾ പറയുകയാണ്, അങ്ങനെ ഷെയർ ചെയ്യാനാണ് പിള്ളേരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അവർ വിചാരിക്കുക ഇതത്ര വലിയ കാര്യമല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. സമാധാനമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, രണ്ടുപേർക്കും തുല്യമായിട്ട് തന്നെ നമ്മൾ എന്തായാലും കൊടുക്കുക. അല്ലാതെ ഒരാൾക്ക് എക്സ്ട്രാ അധികം ഒരാൾക്ക് ഇത്ര അങ്ങനെയല്ല. നമ്മളെ രണ്ടുപേരും ഒരുപോലെ പരിഗണിച്ച് കണ്ട് സ്നേഹിച്ചാലേ
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലാതെ നമുക്ക് നാളെ ഒരിക്കൽ നമുക്ക് വിഷമിക്കേണ്ടി വരരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ കണ്ടല്ലോ, ഇങ്ങനെ കണ്ടല്ലോ, അവരോട് അങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് ഒരു വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പോൾ ഒട്ടുമിക്ക ആൺപിള്ളേരുള്ളതെന്നല്ല, പെൺപിള്ളേരുള്ള മാതാപിതാക്കളും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോനിപ്പോൾ വയസ്സ് 8 വയസ്സായി. പക്ഷേ ഇത്രയും കാലം പലതും വീട്ടിലും ഞാൻ അത്ര ഗൗനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം തുടരെയായിട്ട് ഓരോ മനുഷ്യർ പറഞ്ഞു വരുമ്പോഴത്തേനും എനിക്ക് വല്ലാതെ വിഷമങ്ങളൊക്കെ തോന്നി. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് സ്ട്രഗിൾ ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. 18-20 വയസ്സായ ആണുങ്ങൾ വരെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേടി കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെ അത്രയൊന്നുമില്ല. കുട്ടികളെ തമ്മിൽ തരംതാഴുന്നവരും പിന്നെ ഇങ്ങനത്തെ വാക്കുകൾ പറയുന്നവരും തമ്മിൽ ആദ്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കത്തില്ല. പിന്നെ ഒട്ടുമിക്ക ഒരു കൊച്ചു പക്ക ഡീസൻ്റ് ആണെങ്കിൽ ഒരു കൊച്ചു പക്ക ഡീസൻ്റ് അങ്ങനെ ആയിരിക്കത്തില്ല. എന്തെങ്കിലും വികൃതികളോ കുസൃതികളോ ഉള്ള പിള്ളേർ തന്നെയായിരിക്കും ഒട്ടുമിക്ക ഉള്ളത്. അപ്പം എല്ലാവരും സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോസ് ഇത് പറയാനാണ് ഞാൻ വന്നത് ഓൺ വീഡിയോസിലൂടെ. ഓക്കെ, ബൈ.